ബീഹാറിലെ എൻഡിഎ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടും. എംഎൽഎമാരെ മറുകണ്ഠം ചാടിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെയാണ് വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നത്. 243 അംഗ ബീഹാർ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് 122 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് 128 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. സ്പീക്കർ അവധി ബിഹാരി ചൌധരിക്കെതിരായ അവിശ്വാസ പ്രമേയവും വോട്ടിനിടും. ആർ രാകേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാകേഷ്, അത്ഭുതങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട, കേവല ഭൂരിപക്ഷത്തിൽ കവിഞ്ഞ പിന്തുണ എൻഡിഎ ക്യാമ്പിന് ഉണ്ട്. എപ്പോഴാണ് വിശ്വാസ വോട്ടെടുപ്പ് തേടുക? മറ്റ് പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? ഇതൊക്കെയാണ് വിശദാംശങ്ങൾ. രേണുക, നിതീഷ് കുമാർ ഇന്ന് വിശ്വാസ വോട്ട് തേടുകയാണ്. കാരണം കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് മഹാസഖ്യം വിട്ടുകൊണ്ട് വീണ്ടും BJPയുമായി നിതീഷ് കുമാർ കൈകോർത്ത്. ഏതായാലും 15-ാം ദിവസമായി ഇന്ന് നിതീഷ് കുമാർ വിശ്വാസ വോട്ട് തേടുകയാണ്. പക്ഷേ MLA-മാരെ അടർത്തി മാറ്റാൻ രണ്ടു ഭാഗത്തും ശ്രമം നടക്കുന്നതിനിടെയാണ് വിശ്വാസ വോട്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും നിലവിൽ കണക്കുകൾ പ്രകാരം നിതീഷ് കുമാർ സുരക്ഷിതനാണ്. കാരണം 243 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 അംഗങ്ങളുടെ പിന്തുണയാണ്. എന്നാൽ NDA സഖ്യത്തിന് HAM ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ഉൾപ്പെടെ വരുമ്പോൾ 128 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ അല്ലെങ്കിൽ വാർത്തകൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല. കാരണം ചില JDU MLA-മാരെയും BJP MLA-മാരെയും കാണാനില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഒപ്പം RJD നേരത്തെ തന്നെ ചില സൂചനകൾ തരികയും ചെയ്തിരുന്നു. ഏതായാലും RJD ജിതൻ റാം മാഞ്ചിയുടെ HAM-നും ചില ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഒരു രാജ്യസഭാ സീറ്റ്, ലോക്സഭാ സീറ്റ്, ഒപ്പം തന്നെ മന്ത്രിസഭയിൽ 2 സ്ഥാനം എന്നിങ്ങനെ ജിതൻ റാം മാഞ്ചിക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. നിലവിൽ NDAക്കൊപ്പമാണ് എന്ന് ജിതൻ റാം മാഞ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇവർ സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. കാരണം RJD നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന് 115 MLA-മാരുടെ പിന്തുണയുണ്ട്. RJD ആണ് നിലവിൽ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. 79 അംഗങ്ങളുടെ പിന്തുണ RJDക്കുണ്ട്. കോൺഗ്രസിന് 19, ഇടതു പാർട്ടികൾക്ക് 16 MLA-മാർ. ഒപ്പം അങ്ങനെ 114 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഒപ്പം AIMIM-ന്റെ ഒരു അംഗത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി RJD സഖ്യത്തിനുണ്ട്. അപ്പോൾ അവർക്കും 7 അംഗങ്ങളുടെ കുറവ് മാത്രമാണ് നിലവിൽ അവിടെയുള്ളത്. അപ്പോൾ ഈ JDU MLA-മാരെയും ചില BJP MLA-മാരെയും കാണാനില്ല എന്ന വാർത്ത ഈ വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് വരുമ്പോൾ അത് ആശങ്കപ്പെടാനുണ്ടായതായാലും സർക്കാരിന്. പക്ഷേ വലിയ പ്രതീക്ഷ അവർ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. അപ്പോൾ 11 മണിക്ക് സഭ ചേരുമ്പോൾ ആദ്യം നയപ്രഖ്യാപനമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം സ്പീക്കറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രമേയം കൂടി, സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൂടി കൊണ്ടുവരും. കാരണം RJDയിൽ നിന്നുള്ള അവധ് ബിഹാരി ചൌധരിയാണ് സ്പീക്കർ. അപ്പോൾ സ്പീക്കർ മാറണമെന്ന ആവശ്യം നേരത്തെ തന്നെ സർക്കാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു, ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ സ്പീക്കർ അതിന് തയ്യാറായിരുന്നില്ല. അപ്പോൾ സ്പീക്കറെ മാറ്റണമെന്ന സ്പീക്കറിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയമായിരിക്കും ആദ്യം അവതരിപ്പിക്കുക. അതിനുശേഷമായിരിക്കും വിശ്വാസ വോട്ടെടുപ്പ് നടക്കുക. രേണുക, തീർച്ചയായും. രാകേഷ്, തുടരുക. ഈ ഭാരത് ജോഡോ യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപാണ് NDAയിലേക്ക് പോകുന്ന വിവരം നിതീഷ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് തേടുന്ന ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര വെട്ടിച്ചുരുക്കിയേക്കുമെന്ന വാർത്തയാണ് വരുന്നത്.